സ്ഥാനാർത്ഥികളുമായി തെരഞ്ഞെടുപ്പ് അടുത്തെത്തി. ഇനി ഇപ്പോൾ ജൻസികൾക്ക് എന്താണ് പറയാനുള്ളത് നമുക്കൊന്ന് ചോദിച്ചു നോക്കാം കേട്ടോ. ആര് വന്നാലും നമുക്ക് ഉപകാരമുള്ള കാര്യങ്ങൾ ചെയ്യുക. പുതിയൊരു യുവനിരേനെയാണ് രണ്ട് ടീമും ഇറക്കിയിട്ടുള്ളത്, LDF UDF. അപ്പോൾ അതിനെക്കുറിച്ച് എന്താ? ഇപ്പോൾ വരുന്ന തലമുറയ്ക്ക് അതിൻ്റേതായ ചിന്താഗതികൾ ഉണ്ടാവില്ല, അപ്പോൾ അതിൻ്റേതായ മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം. LDF തുടർഭരണം വേണോ അതോ UDF ഭരിക്കണം? എന്താണ്? LDF മതി. LDF തന്നെ. എനിക്ക് തുടർഭരണം വേണമെന്നാണ്. എന്താ പറയാൻ കാരണം? വികസനങ്ങൾ നടന്നിട്ടുണ്ടോ കേരളത്തിൽ? ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വികസനം ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, വികസനം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇനി ആര് ഇതുള്ളത് എന്നുള്ളത് ആൾക്കാരുടെ ചോയ്സാണ്, അപ്പോൾ നമുക്കൊന്നും പറയാൻ പറ്റില്ലല്ലോ. UDF വരുമെന്ന് പറയാൻ പറ്റില്ല, LDF വരുമെന്ന് പറയുന്നില്ല. രണ്ടും സമാസമമാണ്. തുടർഭരണം വന്ന കേരളം കുറച്ചുകൂടി വികസിക്കും. ഉറപ്പ്. LDF വന്നാലേ ശരിയാവും. 10 കൊല്ലം മുമ്പുള്ള കാര്യമൊക്കെ അറിയാവുന്നതാണ്. വിദ്യാഭ്യാസ കാര്യത്തിലായാലും വലിയ ബുദ്ധിമുട്ട് ഉണ്ടായിട്ടുണ്ട്. 10 വർഷത്തിനുള്ളിൽ നല്ല മാറ്റം LDF ഉണ്ടാക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. കേരളത്തിൻ്റെ ഒരു നട്ടലില്ല മുഖ്യമന്ത്രി ആക്കി ഇപ്പോൾ പിണറായി വിജയനില്ല. ഇപ്പോൾ UDF വന്നാൽ പോലും ഇനി ആര് മുഖ്യമന്ത്രി ആവുന്നില്ല ചോദ്യം തന്നെയല്ലേ. എൻ്റെ ഒരു LDF വരണം തന്നെ. ആര് വന്നാലും ജനങ്ങൾക്ക് നല്ലത് ചെയ്യണം എന്ന ആഗ്രഹം മാത്രമേ ഉള്ളൂ. ആരാണെങ്കിലും LDF വരുമോ? സാധ്യത ഉണ്ടോ? നിലവിലെ സാധ്യത നോക്കുമ്പോൾ LDF വരാൻ ചാൻസ് ഉണ്ട്. പുറമേ നോക്കുമ്പോൾ UDF ഇതില്ല. നമ്മൾ അജണ്ട സെറ്റ് ചെയ്യുന്നതിൽ തന്നെ പലപ്പോഴും പാളുന്നൊരു കാഴ്ചയുണ്ട്. അല്ലെങ്കിൽ അഴിമതി ഒരു കാര്യം സംഭവം ഉണ്ടാക്കുമ്പോൾ അത് എത്രത്തോളം ഇങ്ങോട്ട് കൊണ്ടുവരുന്നുണ്ടെന്ന് അറിയില്ല. അങ്ങനത്തെ വിഷയങ്ങളുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ഇടതിന് അനുകൂലമാണ്. പക്ഷേ തുടർച്ചയായ ഭരണം എത്രമാത്രം ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ജനങ്ങൾക്ക് അതെന്തെങ്കിലും മാറ്റം വരണമെന്ന് ചിന്തിക്കുന്നുണ്ടോ എന്നൊക്കെ നമുക്കറിയാൻ പറ്റില്ലല്ലോ. അത് റിസൾട്ട് വരുമ്പോൾ അറിയാൻ പറ്റും. ആര് വെച്ചിട്ട് വലിയ കാര്യമില്ല. ആര് വന്നാലും ഓൽക്ക് വേണ്ട ചെയ്യുള്ളൂ, ഇത്രേ ഉള്ളൂ. അന്ന് വരെ ആ ഒരു കാര്യമില്ല, വേറൊന്നും ഇല്ല അതിൽ. LDFൻ്റെ പ്രവർത്തനങ്ങളൊക്കെ ഓക്കെയാണ്. ചില തീരുമാനത്തിനോട് യോജിപ്പില്ലാത്തുള്ളൂ. ആര് വന്നാലും സത്യം പറഞ്ഞാൽ ജീവിച്ചു പോകണം, അത്രേ ഉള്ളൂ. പണിയെടുത്താൽ നമുക്ക് ജീവിക്കാം. ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ LDF വരുന്നതായിരിക്കും നാടിനൊന്നും കൂടെ നല്ലതെന്ന് തോന്നുന്നു. ഞാൻ B.Ed ഒക്കെ കഴിഞ്ഞപ്പോൾ നമുക്ക് സ്കൂളുകളിലൊക്കെ ഉണ്ടാകുന്ന മാറ്റങ്ങൾ അത്യാവശ്യം നല്ല രീതിയിൽ അറിയാൻ പറ്റും. ഇപ്പം ഒരു 10 വർഷം മുമ്പുള്ളതും ഇപ്പോഴത്തെയും വിദ്യാഭ്യാസ മേഖലയിലുള്ള മാറ്റങ്ങൾ വെച്ച് നോക്കുമ്പം ആ LDF കുറച്ച് ഭേദമാണെന്ന് തോന്നുന്നു. UDF വരണോ അതോ LDF വരണോ എന്ന് പറഞ്ഞാൽ? പ്രശ്നം UDF വരുന്ന നോക്കട്ടെ, ഒരു മാറ്റം ഉണ്ടാക്കട്ടെ. 10 വർഷമായില്ലേ, ഇനി ഒരു പുതിയ ഭരണം നോക്കുക. ആര് ഭരിച്ചാലും നമുക്ക് നല്ലത് മാത്രം ഉണ്ടായാൽ മതി. LDF തന്നെ വീണ്ടും ഭരണത്തിൽ വരണമെന്നാണ് ചില ജൻസികൾ പറയുന്നത്. എന്നാൽ UDF ഭരണത്തിൽ വരണമെന്നും അതുപോലെ തന്നെ രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രി ആകണമെന്നും പറയുന്നവരുമുണ്ട്. ഏതായാലും എനിക്ക് കുറച്ച് ജൻസികൾ കൂടി കണ്ടുപിടിക്കാനുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ കാണാം നമുക്ക്.